ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. 2025-26 SLC എക്സാം എഴുതി കഴിഞ്ഞിട്ടുള്ള മക്കളോട് എനിക്ക് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. മക്കളെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ ഒരു വെക്കേഷനെ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടായിരുന്നു പഠിച്ചിരുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്കും പുതിയ സിലബസും അതിനിടയിൽ വന്ന ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞ് ഏറ്റവും അവസാനമായിട്ട് പരീക്ഷയും എഴുതിയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമാധാനത്തോടു കൂടെ ഇരിക്കുകയെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഒന്നും കൂടെ റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം. എന്നാലും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ഡൗട്ടുണ്ട്, ഒരു പേടിയുണ്ട്. റിസൾട്ട് എന്നാ വരിക? റിസൾട്ട് വന്നാൽ എൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഇതിൽ ഫുൾ A+ പ്രതീക്ഷിക്കുന്ന മക്കളുണ്ടായിരിക്കാം, അതിന് താഴെയുള്ള മാർക്കുകൾ പ്രതീക്ഷിക്കുന്ന മക്കളുണ്ടായിരിക്കും. എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകുന്ന ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ റിസൾട്ട് വന്നിട്ട് ഞാൻ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ പോവുക എന്നുള്ളതാണ്. മക്കൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ എക്സാം എഴുതി കഴിഞ്ഞില്ലേടാ, ലീവ് ഇറ്റ്. നമുക്ക് എന്തായാലും ആ റിസൾട്ട് വരും. അതിന് ഇനി നമുക്കൊരു ചേഞ്ചുകളൊന്നും വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓവറായിട്ട് കോൺഷ്യസ് ചെയ്ത് ഭയങ്കരമായ പേടിയിലേക്ക് മക്കൾ എത്തരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി എന്നത് സയൻസ് മാത്രമേ എടുക്കാവൂ എന്ന ഒരു തീരുമാനമല്ല. അതേസമയം 10ാം ക്ലാസ്സിൽ 5A+ കിട്ടിയുള്ളൂ, എനിക്ക് ബാക്കി 5ൽ A+ കിട്ടിയില്ല എന്നത് സയൻസ് ഞാൻ എടുക്കരുത് എന്ന് പറയുന്ന ഒരു തീരുമാനവുമല്ല. ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മൊത്തം സിറ്റുവേഷൻ വെച്ചിട്ടാണ്. കേരളത്തിൽ ഇതുവരെ കണ്ടതില്ല. ഇത്രയും കാലം ഞാൻ മക്കളെ പഠിപ്പിച്ചതിലും മക്കളുമായിട്ടും അവരുടെ രക്ഷിതാക്കളുമായിട്ടും സംസാരിച്ചതിലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ A+ ആണോ കുട്ടി നേരെ ചൂസ് ചെയ്യേണ്ടത് സയൻസ് ആണെന്ന് പറയുന്നതാണ്. അതിന് തമാശ രൂപത്തിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ മുമ്പൊരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത്, അത് കൊറോണയുടെ കാലഘട്ടമായിരുന്നു. അന്ന് അവിടെ ഒരു കുട്ടിക്ക് ഫുൾ A+ കിട്ടിയത്. ബട്ട് ആ കുട്ടിക്ക് സ്ക്രൈബ് എഴുതിയിട്ടാണ് ഫുൾ A+ കിട്ടിയത്. ആലോചിക്കണേ, സ്ക്രൈബിനെ വെച്ചിട്ട് എഴുതിയിട്ട് ആ കുട്ടിക്ക് ഫുൾ A+ കിട്ടിയത്. കുട്ടിക്ക് സ്വന്തമായിട്ട് പേരൊന്നും മര്യാദക്കൊന്നും എഴുതാനൊന്നും അറിയില്ല. കാരണം ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ചിരുന്ന ഒരാളാണ്. ബട്ട് ആ കുട്ടി പോലും ചൂസ് ചെയ്തത് പാരൻസിൻ്റെ പ്രഷർ കാരണമായിട്ട് സയൻസ് ആണ്. എന്നിട്ട് പിന്നീട് ആ മോൻ എന്നെ വിളിച്ച്, സാറേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടെയാണ് നമ്മുടെ സെലക്ഷൻ പാളിപ്പോകുന്നത്. സോ എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക, നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ്, സയൻസിനെ ഇഷ്ടപ്പെടുന്ന മക്കളാണോ, കെമിസ്ട്രിയെയും ഫിസിക്സിനെയും അതുപോലെ തന്നെ ബയോളജിയെയും അതിൻ്റെ കൂടെ മാത്സിനെയും ഇഷ്ടപ്പെടുന്ന മക്കളാണോ, യു ക്യാൻ ചൂസ് ദ സയൻസ്. അതല്ലാതെ നിങ്ങൾ കൊമേഴ്സ് ബിസിനസ് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ യു ക്യാൻ ചൂസ് ദ കൊമേഴ്സ് ഏരിയ. ഇനി അതൊന്നുമല്ല, നമ്മളൊരു ഹ്യൂമാനിറ്റീസ് ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സിവിൽ സർവീസ്, IAS അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വക്കേറ്റ്, ടീച്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള ഫീൽഡുകളിലേക്ക് നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യാം? ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്യാം. അതുമല്ലാതെ ഒരുപാട് ഓപ്ഷനുകൾ നമ്മുടെ മുമ്പിൽ ഇനിയും വരാനുണ്ട്. ആ ഓപ്ഷനുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ താല്പര്യം ഏതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുക. അവരോട് പറയാം, അച്ഛാ അമ്മേ എനിക്കിതാണ് ഇഷ്ടം, എനിക്കിന്നതാവാനാണ് ആഗ്രഹം. ആ ആഗ്രഹത്തെ നിങ്ങളുടെ ഡ്രീമിനെ സ്പെസിഫൈ ചെയ്ത് അവരിലേക്ക് കൺവേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട്, പാരൻസും നിങ്ങളും കൂടെ കൂടിയിട്ട് ബെസ്റ്റ് കോഴ്സിനെ സെലക്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റർ, സൈലത്തിൻ്റെ മാനാഞ്ചേരിയിൽ ഓഫ്ലൈൻ സെൻറ്ററിലെ സെൻറ്റ് ഓഫിന് പോയ സമയത്ത് ഞാൻ അവിടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. സൈലം ഒരിക്കലും നിങ്ങളോട് ഒരു കാലത്തും ടാറ്റാ ബൈ പറയില്ല എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങൾ സയൻസ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കിങ്സ് 11 ബാച്ച് ഉണ്ട്, അഗ്നി ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ സെലക്ട് ചെയ്യാം. അവിടെ അടിപൊളിയായിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കുന്നത്. ഇത്രയും കാലത്തെ സൈലത്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയാലോ, അതിൻ്റെ കണ്ടിന്യൂവേഷൻ അവിടെയും വരുന്നത്. അതിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള, ഇതിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് അധ്യാപകരെ നിങ്ങൾക്ക് അവിടെയും മീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൊമേഴ്സ് ചൂസ് ചെയ്യുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് യുവാ ബാച്ച് അവിടെ വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എന്താണ് ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ PSCയിലേക്ക് പോകുകയാണെങ്കിൽ സൈലത്തിൻ്റെ PSC വരുന്നുണ്ട്, സിവിൽ സർവീസിലേക്ക് പോകുകയാണെങ്കിൽ സൈലത്തിൻ്റെ IAS സിവിൽ സർവീസ് വരുന്നുണ്ട്. അങ്ങനെ വാസ്റ്റഡായിട്ട് പരന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ് സൈലം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് സൈലം നിങ്ങളോട് ഒരിക്കലും ടാറ്റാ ബൈ പറയുന്നില്ല. നിങ്ങളവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലകൊള്ളുക, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി കൃത്യമായിട്ട് പഠിക്കുക എന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. സയൻസ് എടുക്കാൻ ആഗ്രഹിച്ച മക്കളാണെന്നുണ്ടെങ്കിൽ, സയൻസിനെ ഡ്രീം ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ, JEE NEET പോലെയുള്ള എക്സാംസുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുള്ള മക്കളാണെങ്കിൽ മക്കളെ വൈകിക്കല്ല, റിസൾട്ട് വരുന്നത് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കല്ല. ബിക്കോസ് പഠിക്കാൻ അത്രയും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വരാനുണ്ട്. NCERTയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ അത്രയും വാസ്റ്റഡ് ആയിട്ടുള്ള സിലബസാണ് നിങ്ങളിലേക്ക് വരാനുള്ളത്. സോ അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇപ്പോഴേ നമ്മുടെ സൈലത്തിൻ്റെ ബാച്ചുകളൊക്കെ ജോയിൻ ചെയ്തേക്കാം, ഇപ്പോഴേ ക്ലാസ്സുകൾ പഠിച്ചു തുടങ്ങിയേക്കാം.
ഏറ്റവും അവസാനത്തെ സമയത്തിലേക്ക് വെച്ചിട്ട് ഒന്നും എത്താത്തിടത്തേക്ക് മക്കൾ എത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ എന്തായാലും ഏറ്റവും അവസാനമായിട്ട് മക്കളോട് പറയുകയാണ്, നന്നായിട്ട് പഠിക്കുക, നല്ല മക്കളായിട്ട് മാറുക. A+കളൊക്കെ നിങ്ങൾക്ക് വരും. നിങ്ങൾ പഠിച്ചിട്ടുള്ള, നിങ്ങൾ എഴുതിയിട്ടുള്ള സ്കോറുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ആ സ്കോറിൽ മക്കളെല്ലാവരും ഹാപ്പി ആവട്ടെ. ഹാപ്പി ആയിരിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് പഠിക്കുക എന്തായാലും മക്കളെ. നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ.